ഹലോ സിനി ഫയൽസ്, വെൽക്കം ടു ട്രൂത്ത്ഫുൾ റിവ്യൂ. ഇന്ന് ഞാൻ റിവ്യൂ പറയാൻ പോകുന്ന സിനിമയാണ് ഡ്രാഗൺ. ഇത് തമിഴിലെ ഒരു 100 കോടി കളക്ട് ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ റൺ ടൈം ഏകദേശം 2.5 മണിക്കൂറാണ്. ഡ്രാഗൺ സിനിമയിലെ കാസ്റ്റ് എന്ന് പറയുന്നത് ലവ് ടുഡേ സിനിമയിലെ നായകനായ പ്രദീപ് രംഗനാഥനാണ്. പിന്നെ പ്രേമം സിനിമയിലൂടെ വന്ന നായികയായ അനുപം പരമേശ്വരൻ, കടായി ലോഹർ, തമിഴ് ഡയറക്ടറായ മിസ്കിൻ എന്നിവരാണ്. പിന്നെ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഇതൊരു ഏർലി ജെൻസി ജനറേഷൻ ആളുകളുടെ സിനിമയാണ്. അതായത് ഒരു 2000 അതിന് കുറച്ച് മുമ്പ് ജനിച്ച പിള്ളേരുടെ കഥയാണ് മിക്കവാറും റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇത് കണ്ടാൽ കുറേ കാര്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ നായകൻ ഡ്രാഗൻ്റെ 3 കാലഘട്ടങ്ങളാണ് മെയിനായിട്ട് കാണിക്കുന്നത്: +2 ലൈഫ്, ഡിഗ്രി ലൈഫ് ആൻഡ് ജോബ് ലൈഫ്. ഇതിലെ നായകൻ തനി ഫ്രോഡായ ഒരു ക്യാരക്ടർ പോലെയാണ്. അതായത് കോളേജിൽ മൊത്തം സപ്ലി വയ്ക്കുക, സ്മോക്കിംഗ് ചെയ്യുക, ടോക്സിക് ലവ് റിലേഷൻഷിപ്പ് എന്നിവയിലൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ ഇതൊരു കോമഡി എൻ്റർടൈനർ, പക്ക കോമഡി ആണ്. കുറേ ചിരിക്കാനുള്ള രംഗങ്ങളുണ്ട്, അതുപോലെ കുറേ നമ്മൾ ചിന്തിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. ഇതിലെ നായകൻ കൂട്ടുകാരുമായുള്ള സീൻസ് എല്ലാം അടിപൊളിയാണ്. അവരുമായിട്ടുള്ള കൗണ്ടറും തമാശയും കളിയാക്കലും ഊക്കലും എല്ലാം അതുപോലെ തന്നെയുണ്ട്. അതുപോലെ റിലേറ്റബിളായ കോമഡീസ് ആണെങ്കിലും മിക്കത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പേരൻസ് ആയിട്ട് ഇതിൽ അഭിനയിച്ച 2 കഥാപാത്രങ്ങളും വളരെ രീതിയിലാണ് അഭിനയം കാഴ്ചവെച്ചത്. അവരുടെ ഓരോ ക്യാരക്ടറിൻ്റെ പ്രകടനവും നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അതായത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ ബോയ്സിൻ്റെ അവസ്ഥയാണ് ഈ സിനിമയിൽ എടുത്ത് കാണിച്ചത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല. BGM, സോങ്സ് എല്ലാം അടിപൊളിയാണ്. പിന്നെ സിനിമയുടെ ആകെ ഒരു നെഗറ്റീവായി എനിക്ക് തോന്നിയത് കാര്യങ്ങളെല്ലാം ലോജിക്കലി പോസിബിൾ ആണോ എന്ന്. പക്ഷേ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നില്ല. പിന്നെ ഈ സിനിമ എൻഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു മെസ്സേജും അതുപോലെ നമ്മൾ കണ്ണ് നനയിക്കുന്ന ഒരു എൻഡിങ് ആണ്. ചിലവരുടെ കണ്ണറിയാതെ നനഞ്ഞു പോകും, കാരണം നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ നല്ലൊരു മെസ്സേജ് തന്നുകൊണ്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഡ്രാഗൺ.